ഹലോ, ഞങ്ങളിന്ന് കുറച്ച് വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഇളയ മോനും മൂത്ത മോനും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഫാമിലി കംപ്ലീറ്റ് ഒരു ഗാർഡൻ സെറ്റിങ്ങിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നോക്കാൻ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിപ്പോയി, കാരണം എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെയാണ് ഓർത്തത് കേട്ടോ, ഒരു വീഡിയോ ഒക്കെ എടുത്തേക്കാമെന്ന് കരുതിയത്. അപ്പം ഞങ്ങളിതാ ഒരു ചെറിയ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡാണത്. അപ്പോൾ ഹസ്ബൻഡും ഞാനും മക്കളും അമ്മയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു അടിപൊളി ഒരു ഗാർഡൻ ഫുൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ചെറിയ ചെറിയ പണികളിലേക്കൊക്കെ പോവാം. ഇപ്പം നോക്കുക, ഈ ഒരു ഭാഗമൊക്കെ ഇല്ലേ, ഞങ്ങൾ ഒരു കുറച്ചിങ്ങനെ പാറക്കല്ലൊക്കെ ഇല്ലേ, നമ്മൾ പാറക്കല്ലൊക്കെ ഇരിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കല്ലുകളൊക്കെ, പഴയ കല്ലുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സിമെൻറ്റൊക്കെ തേച്ച് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. വലിയ അറിവൊന്നുമില്ല, എങ്കിലും ചുമ്മാ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് നമ്മളങ്ങനെ ചെയ്യുക കേട്ടോ. കുറച്ച് ഇഷ്ടിക കല്ലുകളും പിന്നെ കുറച്ച് കല്ലുകൾ, പിന്നെ പൊട്ടിയ ചട്ടികളൊക്കെ ഉണ്ട്, മീനിൻ്റെ ചട്ടികളൊക്കെ ഉണ്ടല്ലോ, മീൻ ചട്ടികൾ, അതൊക്കെ പൊട്ടിയതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതിനകത്തൊക്കെ ഫില്ല് ചെയ്ത്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള ഗാർഡനൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല ഞങ്ങൾക്കും. അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാവരും ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഒരു കൊതിയാണ് എപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ പലപ്പോഴും സമയക്കുറവ് കൊണ്ടൊക്കെ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് കരുതി എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറിയ വീഡിയോ ആക്കിയിട്ട് ഒന്ന് എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം എന്ന് കരുതി അങ്ങനെ എടുക്കുവാണ് കേട്ടോ. പിന്നെ ദാ സെൻറ്ററിൽ ഇത് കണ്ടോ, ഇതൊരു ഞങ്ങളൊരു മരം ചെയ്തിരിക്കുകയായിട്ട് അകത്ത് പേപ്പറും പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇനിയുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ജസ്റ്റ് അതിൻ്റെ കവർ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിറയെ താമരയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതത്തെ ചൂടൊക്കെ കാരണം അതിപ്പോൾ ഉണങ്ങിയൊക്കെ പോയിട്ട് പുതിയത് കിളിച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ലൈറ്റാണ് കേട്ടോ. ഇത് നമ്മുടെ ഫുട്ബോളില്ലേ, കുട്ടികൾ കളിക്കുന്ന ബോൾ, അതിലാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഷീറ്റൊക്കെ നമ്മൾ ആ ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ ബേബി മെറ്റീരിയൽസ് ഒക്കെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെടികളും കാര്യങ്ങളും പിന്നെ ജാതി അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമുക്കൊരു പൊട്ടിയൊരു വയലിൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വയലിൻ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കൊക്കിന് മഞ്ഞ കളർ അടിച്ചു പോയി, ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് വെള്ള കളർ വീണ്ടും ആക്കണം. അപ്പോൾ കയ്യിൽ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിട്ട് മഞ്ഞക്കൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നറിയാനായിട്ട്. പിന്നെ നമുക്ക് ആ ഒരു ഗാർഡനകത്ത് തന്നെ ഞങ്ങളൊരു കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 കുഞ്ഞു കിളികളായിരുന്നു. ഇപ്പോൾ അത് ഒരുപാട് വലുതായി, അതിന് കൂടുതൽ കുടുംബമൊക്കെ ആയി, ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ ആയി ഒക്കെ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ക്ഷീണിച്ചിരിക്കുക കേട്ടോ. കുറച്ച് നേരം വർക്കൊക്കെ ചെയ്തിരുന്നു. ഞാനും ഹസ്ബൻഡും മക്കളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ അപ്പോൾ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്നു. പക്ഷേ ആളിവിടെ നല്ല പണിയിലാണ്. പിന്നെ ഈ പുല്ലില്ലേ, പുൽത്തകടി, അതൊക്കെ ഞങ്ങൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി നേരം നമുക്കിങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. കുറച്ച് നേരമൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണമാണല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ നോക്കിയൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ പരിപാടികളൊക്കെ തീർന്ന് ഞങ്ങൾ പോകും കേട്ടോ. പിന്നെ എന്താ പറയുക, കുഞ്ഞു കിളികൾക്കൊക്കെ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ നമ്മുടെ സന്ധ്യയൊക്കെ ആയി, നമുക്കിനി വിളക്കൊക്കെ കത്തിക്കാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അകത്ത് കയറും. പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുക പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഡിസൈനിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. അതെല്ലാം ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് കരുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് ഉടനെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം എങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വ്ളോഗൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ, സപ്പോർട്ടൊക്കെ ചെയ്യുക. കാരണം നമ്മുടെ ചാനലിനകത്ത് അധികം ഞാനിങ്ങനെ നമ്മുടെ വ്ളോഗ് ചാനലുകളൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. നമ്മുടെ ഫാമിലി വ്ളോഗൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്